ശരി, ഞാൻ അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, ഇപ്പോൾ താങ്കൾ പറയുന്ന ഒരു കുരുന്നു മനസ്സിനെ പോലെ നിഷ്കളങ്കനാണ്, എന്താണ് നഴ്സറി കുട്ടിയെ പോലെയൊക്കെ ഒരു നിഷ്കളങ്ക മാനസനാണ് ഇ പി ജയരാജൻ, താങ്കൾ ആദ്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ നന്ദകുമാർ, ശോഭാ സുരേന്ദ്രൻ, തൊട്ടു പിന്നാലെ കെ സുധാകരൻ, തൊട്ടു പിന്നാലെ ഇ പി ജയരാജൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നില്ലേ? ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് ഇ പി ജയരാജൻ പറയുന്നത്? കെ സുധാകരനും അൾഷിമേഴ്സിൻ്റെ മരുന്ന് കഴിക്കാത്ത പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. ആ വാർത്താ സമ്മേളനത്തിൽ പറയാമായിരുന്നില്ലേ നിഷ്കളങ്കനായ ഇയാൾക്ക് ജാവദേക്കർ വന്ന് കണ്ടിരുന്നു കേട്ടോ അന്ന് എന്ന്? ആ വാർത്താ സമ്മേളനത്തിൽ പറയാമായിരുന്നില്ലേ? ആ വാർത്താ സമ്മേളനത്തിൽ പറയാതെ പിന്നെയും വെളിപ്പെടുത്തലുകൾ വന്ന് നാണം കെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിനൊന്ന് രാവിലെ അന്ന് പറയാതിരിക്കാമായിരുന്നല്ലോ സി ബി എൻ അസ്കർ, അന്ന് പറയാതിരിക്കാമായിരുന്നു. അന്ന് വൈകിട്ടാണ് ജാവദേക്കർ വന്ന് കണ്ട കാര്യം പറഞ്ഞ് ആകാശം പിടിച്ച് വീഴൊന്നുമില്ലല്ലോ. മറുപടി പറയാതെ ഇങ്ങനെ വഴുതി മാറാൻ അറിയാത്ത ആളുമല്ലല്ലോ ഇ പി ജയരാജൻ. എന്തോ ദുഷ്ടലാക്കുണ്ട് ഹസ്കർ. അല്ല ഹാഷ്മി, അത് തന്നെയാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അനുഭാവികളുടെയും അണികളുടെയും ആശങ്ക എന്ന് പറയുന്നത്. ഈ പാർട്ടി പ്രത്യാശയുടെ തുരുത്തായി പാർട്ടിയെ പ്രവർത്തകർ കാണുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. പാർട്ടിയുടെ സമുന്നത സെക്രട്ടറി ആയിരുന്ന സഖ കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തിന് ശേഷം നമുക്കും പാർട്ടിയുടെ ഉള്ളിലും പുറത്തുമുള്ള മാധ്യമങ്ങളും പൊതുബോധവും ഒക്കെ കരുതിയിരുന്നു സഖ ഇ പി സെക്രട്ടറി ആകുമായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായിരുന്നിട്ടുള്ള സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചിത്രം നാം കണ്ടതാണ്. അതാണ് ഈ പാർട്ടി. ഈ പാർട്ടി ഇനി ഏതു ഘട്ടത്തിലൂടെ, പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയാലും ഇതിനെ പാർട്ടിയുടെ അണികൾക്ക് ഈ പാർട്ടിയെ പിടിച്ചു നിർത്തുന്നുള്ള കഴിവുണ്ട്. കേന്ദ്രീകൃതമായി പാർട്ടി ഇപ്പോൾ രാജു പി നായർക്ക് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഘടകകക്ഷിയാക്കുന്ന മോഹന സ്വപ്നങ്ങളൊക്കെ കോൺഗ്രസ്സുകാർ കയ്യിൽ വെച്ചാൽ മതി. കോൺഗ്രസ്സുകാർക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് അത്തരത്തിലുള്ളത്. ഇ പി ചെയ്തിട്ടുള്ള പിശക് എന്ന് ഞാൻ കരുതുന്നത്, ഒന്ന് ജാവ്ദേക്കറുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പാർട്ടിയെ അറിയിച്ചില്ല, പാർട്ടിയുടെ അനുമതി വാങ്ങിയില്ല, അല്ലെങ്കിൽ ശേഷം യാദൃച്ഛിക കൂടിക്കാഴ്ചയായിരുന്നെങ്കിൽ ആ സംഭവം പാർട്ടി അറിയിക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭവനത്തിൽ വന്നതുകൊണ്ട് എന്നുള്ളതാണ്. രണ്ട്, അനവസരത്തിൽ ആ വിവരം തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ അത് പറയുന്നു എന്നുള്ളത് അതത്ര നിഷ്കളങ്കമായി പറഞ്ഞു വെച്ചതാണെന്ന് കരുതാനുള്ള മൗഢ്യമൊന്നും എനിക്കുമില്ല. അപ്പൊ ഈ രണ്ട് ഗുരുതര കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. നിഷ്കളങ്കത്വമല്ല, അത് പറഞ്ഞുറപ്പിച്ച് പറഞ്ഞതാണ്. അത് പറഞ്ഞുറപ്പിച്ച് പറഞ്ഞത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഹസ്കർ? അല്ല, അതിൽ അങ്ങനെയല്ല. നമുക്ക് ജൂൺ 4 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ വളരെ കൃത്യമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ വ്യക്തമാവും. ഒരു തരത്തിലും കേരളത്തിൽ അങ്ങനെ BJP CPM ബാന്ധവമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങളൊക്കെ വിലപോവില്ലെന്ന് ജൂൺ 4 കാണാവുന്നതാണ്. ജാവദേക്കർ LDF കൺവീനറെ വീട്ടിൽ പോയി കണ്ടു. അതെ, ജാവദേക്കർ പണിയില്ലാതിരിക്കുന്ന ആളാണോ? ജാവദേക്കർ മുൻ കേന്ദ്രമന്ത്രിയല്ലേ? ജാവദേക്കർ ഇവിടുത്തെ BJPയുടെ സംഘടനാ ചുമതലയുള്ള നേതാവല്ലേ? ചായ കുടിക്കാൻ പോയി ഇ പി ജയരാജൻ പറഞ്ഞ് അങ്ങ് തൊണ്ടോടാ വീഴണോ? അങ്ങനെയല്ല ഹാഷ്മി. പ്രലോഭനങ്ങളുമായി ഒരു ജാവ്ദേക്കർ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്നതിനെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? അതൊരു രാഷ്ട്രീയ മര്യാദയാണോ? ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണോ? നേതാക്കന്മാരെ വില കൊടുത്തു വാങ്ങുക, പ്രലോഭനങ്ങൾ നൽകി വാങ്ങുക, ഭീഷണിപ്പെടുത്തി നേതാക്കന്മാരെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ മര്യാദയായി ജാവദേക്കർ ആക്കുളത്തെ മകന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത് രാജ്യത്തിന്റെ പരിസ്ഥിതി പ്രശ്നത്തെ പറ്റി സംസാരിക്കാനാണ് എന്ന് വിചാരിച്ചാണോ ഇ പി ജയരാജൻ അങ്ങോട്ടേക്ക് വാ എന്ന് പരവതാനി വിരിച്ചത്? അല്ലല്ലോ സാർ. നിരങ്ങാൻ അവസരം കൊടുക്കുമ്പോഴല്ലേ നിരങ്ങുന്നത്. അല്ല, ഒരുപക്ഷെ ആ സാഹചര്യം അങ്ങനെ വരുന്ന ഒരു നേതാവിനെയും സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരാളെ പുറംതിരിച്ചു വിടാൻ കഴിയാതിരിക്കുന്ന സാഹചര്യമാണ്. അത് മലയാളിയുടെ സംസ്കാരം കൂടിയല്ലേ. ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇ പി പറഞ്ഞതുപോലെ തന്നെ കേൾക്കാനും ആ പറഞ്ഞതു തന്നെ വിശ്വസിക്കാനുമാണ് ഞാനിപ്പോൾ കരുതുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവ്, അല്ലെങ്കിൽ പിശക്, അല്ലെങ്കിൽ ഒരു സാധാരണ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി പോലും കാണിക്കാത്ത രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികത അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിമർശനം. ആ രാഷ്ട്രീയ ധാർമ്മികത ഇ പി കാണിക്കണമായിരുന്നു. അങ്ങനെ കാണിച്ചില്ല എന്നുള്ളിടത്താണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന നേതാവാണ് സഖാവ് ഇ പി. ഇ പിയിൽ നിന്ന് ഇങ്ങനെ ഒരു ജാഗ്രത കുറവ്, ഇങ്ങനെ ഒരു പിശക്, ഏറ്റവും സന്നിഗ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസം രാവിലെ അദ്ദേഹം നടത്തുന്ന ആ പ്രസ്താവന എന്ന് പറയുന്നത്, അതിനെ ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പാർട്ടി അതെങ്ങനെ കാണുന്നു? അതോ എന്താണ് ഇപ്പോൾ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാളെ വരണ്ട എന്ന് പറയാൻ പറ്റുമോ?
ആതിഥ്യ മര്യാദ, വന്നു കഴിഞ്ഞാൽ ചായ കൊടുക്കാതിരിക്കാൻ പറ്റുമോ, ചായക്കൊപ്പം എന്തെങ്കിലും കടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ തുടങ്ങിയുള്ള വ്യവഹാരങ്ങളാണോ പാർട്ടിയുടെ ചർച്ചയിലേക്ക് വരുന്നത്? നമുക്ക് കാത്തിരുന്നാണ്.